സോ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. ഓക്കെ, ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫ്രം ദ ചാപ്റ്റർ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. ഇതിൻ്റെ സബ് ടോപ്പിക് എന്ന് പറയുന്നത് ലീനിയർ എക്സ്പാൻഷൻ ആണ്. ലീനിയർ എക്സ്പാൻഷനുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം പറയുന്നത് ഇങ്ങനെയാണ്: 2 മെറ്റാലിക് വയേഴ്സ് P and Q have same volume and are made of same material. If their area of cross sections are in the ratio 4:1 and the force F1 is applied to P, an extension of delta L is produced. The force which is required to produce same extension in capital Q is F2. അങ്ങനെയാണെങ്കിൽ the value of F1 by F2 എത്രയാണെന്നാണ് ചോദ്യം. അതായത് നമ്മുടെ കയ്യിൽ 2 വയേഴ്സ് ഉണ്ട്, പിയും ക്യൂവും. ഈ പി എന്നും ക്യൂ എന്നും പറയുന്ന 2 വയേഴ്സിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ വോളിയം സെയിം ആണ്. നൗ ഈ 2 വയേഴ്സും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ മെറ്റീരിയൽ കൊണ്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നൗ ഇവരുടെ ഈ 2 വയേഴ്സിൻ്റെ ക്രോസ് സെക്ഷനിൽ തമ്മിലുള്ള ഒരു റിലേഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ക്രോസ് സെക്ഷൻ ഓഫ് പി, അതായത് ഏരിയ ഓഫ് പി അപ്പോൾ ഏരിയ ഓഫ് ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 4:1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നൗ F1 എന്ന് പറയുന്ന ഫോഴ്സ് പിയിൽ ആക്ട് ചെയ്യുന്നു. അത് കാരണം ഡെൽറ്റ എൽ എന്നുള്ളൊരു എക്സ്റ്റൻഷൻ ഉണ്ടാകും. നൗ F2 എന്ന് പറയുന്ന ഫോഴ്സ് ഞാൻ ക്യൂവിൽ ആക്ട് ചെയ്യിപ്പിക്കുകയാണ്. അത് കാരണം ഉണ്ടാകുന്ന എക്സ്റ്റൻഷനും എന്ത് തന്നെ ആയിരിക്കണം? ഡെൽറ്റ എൽ തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ F1 by F2 എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ക്ലിയർ ആണല്ലോ? സോ നമ്മൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻ പാർട്ടിലോട്ട് നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ റിലേഷൻ എന്താണ്? V1 ഈക്വൽ ടു V2 എന്ന റിലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ V ഓഫ് P അല്ലേ ഈക്വൽ ടു വോളിയം ഓഫ് Q എന്ന് പറഞ്ഞിട്ടുണ്ട്. വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് വരണം ആണല്ലോ. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അതായത് എ ഓഫ് പി. സോ ഞാൻ മറ്റൊന്നുമല്ല മക്കളെ, എഴുതാനൊരു ഈസിനെസ്സിന് വേണ്ടി P ഈക്വൽ ടു 1 എന്നും Q ഈക്വൽ ടു 2 എന്നും കൊടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, സോ അപ്പോൾ ഇതെന്താവും? A1 ഇൻറ്റു L1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി? A2 ഇൻറ്റു L2 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇനി A1 ബൈ A2 എന്നുള്ള റിലേഷൻ ഇവിടുന്ന് എന്തായി? L2 ബൈ L1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? 4/1. അത് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണല്ലോ? ഇനിയും ഇലോങ്ങേഷൻ എത്രയായിരിക്കും എന്നുള്ള ജനറൽ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന കാര്യമാണ് F അപ്പോൺ A ഇൻറ്റു ചേഞ്ച് ഇൻ ലെങ്ത് അപ്പോൺ ഒറിജിനൽ ലെങ്ത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. സോ ഇതിനകത്തും നിങ്ങൾ നോക്കിക്കേ, ഇലോങ്ങേഷൻ സ്മോൾ ലെറ്റർ എൽ എന്ന് പറയുന്നത് എന്ത് വരണം ഇവിടെ? ഇതെന്ന് പറയുന്നത് F ഇൻറ്റു ക്യാപിറ്റൽ L ഡിവൈഡഡ് ബൈ A ഇൻറ്റു Y എന്ന് വരണം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടിൻ്റെയും ഇലോങ്ങേഷൻ സെയിം ആണെന്നല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ L1 ഈക്വൽ ടു സ്മോൾ ലെറ്റർ L2 എന്ന് എഴുതിക്കൂടെ? സ്മോൾ ലെറ്റർ L1 ഈക്വൽ ടു സ്മോൾ ലെറ്റർ L2 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും F1 ഇൻറ്റു ക്യാപിറ്റൽ L1 ഓൾ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ A1 ഇൻറ്റു Y ദാറ്റ് ഈസ് ഈക്വൽ ടു F2 ഇൻറ്റു L2 ഓൾ ഡിവൈഡഡ് ബൈ അല്ലേ A2 ഇൻറ്റു Y എന്ന് എഴുതാൻ പറ്റും. സെയിം മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഈ രണ്ടിടത്തും ഞാൻ Y എന്ന് ഇട്ടേക്കുന്നുണ്ടോ. അതിവിടെ നമ്മൾ ക്യാൻസൽ ചെയ്തും കളയും. നമുക്ക് വേണ്ടത് F1 ബൈ F2 ആണ്. സോ F1 ബൈ F2 എന്നുള്ള റിലേഷൻ നമ്മൾ ഇവിടുന്ന് കണക്ട് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇങ്ങനെയാണ്: F1 ബൈ F2 ഈക്വൽസ് ടു, നോക്കിയടാ, A1 ബൈ A2 ഇൻറ്റു L2 ബൈ L1 എന്ന് വരും. ശരിയല്ലേ? ഇവിടെ നിങ്ങൾ നോക്കണം, A1 ബൈ A2 ഈക്വൽ ടു L2 ബൈ L1 ഈക്വൽ ടു 4/1 എന്ന്, വിച്ച് മീൻസ് F1 ബൈ F2 ഈക്വൽ ടു എന്താണ്? 4/1 ആണ്. ഓക്കെ, L2 ബൈ L1 എത്രയാണ്? അതും 4/1 തന്നെയാണ്. സോ നമുക്ക് കിട്ടുന്നത് F1 ബൈ F2 അല്ലേ ഈക്വൽ ടു 4 4s are 16 എന്ന ആൻസറിലോട്ട് നമുക്ക് എത്താൻ പറ്റും.